ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ 20ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ ഞാനിത് അവിടെ നിന്ന് കോളിഫ്ലവറാണ് കേട്ടോ എണ്ണക്കടിയിട്ട് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ അത് ഇതാക്കണം നമ്മൾ പിന്നെ റെഡിയാക്കിയാണ്ട് നമ്മൾ തിളപ്പിച്ചൊക്കെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് തിളപ്പിച്ച് വെച്ചിരിക്കണം കേട്ടോ. അങ്ങനെ അത് ഊറ്റി വെച്ചാൽ പിന്നെ അതൊന്ന് മസാല ആക്കിയിട്ട് നമുക്ക് പൊരിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കടലമാവും ലേശം അരിപ്പൊടി എടുത്തുകൊണ്ട് പിന്നെ അതിക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളകും പൊടി അതൊക്കെ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ അതേ കുറച്ച് ചെറിയ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ മസാല ഇവിടെ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. ഇതിൻ്റെ മുന്നേ കോഴിക്ക് അപ്പോൾ അതിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. അതും ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. എന്നിട്ട് നല്ലോണം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ട് എന്തൊക്കെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ അത്. അപ്പോൾ ഇതേ ഞാനിങ്ങനെ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സിമ്പിളാണ് കേട്ടോ. പിന്നെ ഇത് നല്ല ടേസ്റ്റ് കേട്ടോ. ഇതേപോലെ അങ്ങനെ ഒന്ന് കുഴച്ചെടുക്കുക. പിന്നെ ഞാൻ നല്ല വലിയൊരു കോളിഫ്ലവർ ആട്ടോ എടുത്തതിന്, ചെറുതൊന്നല്ല. നോമ്പ് തുറക്കാനുള്ളതും പിന്നെ ഞാൻ വിചാരിച്ച് ചോറിനും കൂടെ ഉള്ളത് എടുക്കാമെന്ന് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ വലുതന്നെ ആക്കിയിട്ട് എടുത്തത് കേട്ടോ. അപ്പോൾ ഇതേ അങ്ങനെ നമ്മൾ മസാല കൂട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് ലൂസിലൊക്കെ വേണം കേട്ടോ. എന്നാലാണ് നമ്മൾ അങ്ങനെ നമ്മളിങ്ങനെ ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ മുക്കിയിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ നമ്മളിത് വെള്ളം ഉണ്ടാക്കുകയാണ് കേട്ടോ. നമുക്ക് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചെങ്കിൽ കുറച്ച് തണുപ്പ് വേണം കേട്ടോ. ഇവിടെ എല്ലാവർക്കും നല്ല തണുപ്പ് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ വെള്ളം ഉണ്ടാക്കി വെക്കണം കേട്ടോ. അപ്പോൾ നന്നാരിൻ്റെ വെള്ളമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേ അങ്ങനെ വെള്ളമൊക്കെ ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടോ. പിന്നെ ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടാക്കണത് എന്താണെന്ന് വെച്ചാൽ നൂൽപുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാക്കണ അരിപ്പൊടി എടുത്തേക്കണത്. പിന്നെ നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചങ്ങാണ്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇപ്പോൾ കൈ വെച്ചിട്ട് കുഴക്കാൻ പറ്റില്ല, അതുകൊണ്ട് നല്ല ചൂടാണ്. അപ്പോൾ ഇത് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. പിന്നെ അത്യാവശ്യം ഒരു ലൂസിൽ തന്നെ ആകുമ്പോൾ നമുക്ക് നമ്മൾ നൂൽപുട്ട് ഇങ്ങനെ പീച്ചെടുക്കുമ്പോൾ നല്ല വേഗം കിട്ടും ചെയ്യും. പിന്നെ എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ ഞാനിവിടെ ഒന്ന് കുഴച്ചെടുക്കട്ടോ. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചൂടോടെ തന്നെ ഉണ്ട് നമ്മൾ അതിൻ്റെ അച്ചിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഇനി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമ്മൾ ഇഡ്ഡലി ചെമ്പാട്ടോ അതെടുത്തിട്ട് നമുക്ക് എന്താക്കുക വെള്ളം വെക്കുക. അത് തിളക്കാനാകുമ്പോഴേക്കും നമ്മൾ ഇഡ്ഡലിൻ്റെ തട്ടിലേക്ക് നമുക്ക് എന്താക്കുക കുറച്ച് എണ്ണ തൂവി കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് നമ്മൾ നൂൽപുട്ട് പീച്ചെടുക്കുക കേട്ടോ. അതാകുമ്പോൾ നമ്മൾ വെള്ളം തിളക്കുമ്പോഴേക്കും നമ്മൾ ഈ പീച്ചിലൊക്കെയാണ് കൈ കേട്ടോ. അപ്പോൾ ഇതേ വന്നുകൊണ്ട് സച്ചിമ്മ വന്നിട്ട് പറഞ്ഞു ഞാനൊന്നൊരു പീച്ച് നോക്കട്ടെ. അപ്പോഴേക്കും ഒരെണ്ണം പീച്ചപ്പോൾ തന്നെ അതിയത്തെ മാവും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം അതാണ്, കഴിഞ്ഞു. കുട്ടികളല്ലേ, അപ്പോൾ അവർക്ക് ഓരോരോ പൂതിയിരിക്കുമല്ലോ നമ്മളുണ്ടാക്കുമ്പോൾ. അങ്ങനെ അതൊക്കെ പീച്ചിങ്ങാണ്ട് നമ്മൾ ആവി വിളിച്ചാൽ വെച്ചു കേട്ടോ. പിന്നെ നമുക്ക് അവിൽ മിൽക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അവിലൊന്നും ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ചൂടാക്കി വെച്ചിട്ടോ. പിന്നെ നമ്മളെന്താ ചെയ്യുക വെച്ചാൽ പഴം ഒന്ന് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് പഴം എടുത്തേക്കണം കേട്ടോ. പിന്നെ നമുക്കിവിടെ 5 ആൾക്കാരാണ്, നമുക്ക് എല്ലാവർക്കും കുടിക്കാനും വേണ്ടേ. പിന്നെ നമ്മൾ എന്നും ഉണ്ടാക്കാത്ത സാധനമൊക്കെ ആകുമ്പോൾ എന്തായാലും എല്ലാവരും കുടിക്കും ചെയ്യും കേട്ടോ. അപ്പോൾ പഞ്ചസാരയും ഒക്കെ ഇട്ടങ്ങാണ്ട് പഴം ഇട്ടങ്ങാണ്ട് നമ്മൾ എന്ത് ചെയ്യുക മിക്സിയിൽ അടിച്ചെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ കട്ട പാലാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ പാലാണ് ഈ കട്ട പിടിച്ചുകൊണ്ട് പിന്നെ അത് കിട്ടണമില്ല ടൈലിടാനായിട്ട്. പിന്നെ ഇറച്ചി വെട്ടുമാതിരിയൊക്കെ ഉണ്ട് വെട്ടിയെടുത്തു കേട്ടോ. പിന്നെയാണ് ഓർമ്മ വന്നത് ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ ചെത്തിയെടുത്ത് പോയാൽ മതിയല്ലോ. മണ്ടത്തിന് പിന്നെ എല്ലാവർക്കും പറ്റുമല്ലോ. അപ്പോൾ എന്തായാലും നമുക്കതൊക്കെ അടിച്ചെടുത്ത് നമ്മളെന്താക്കുക നമുക്കൊന്ന് ഫിനിഷ് ചെയ്യാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ പിന്നെ അവിലിട്ടെടുത്തു. പിന്നെ നമ്മളെ പഴം അടിച്ചത് പാലടിച്ചത് അതും ഇട്ടെടുത്തിട്ട് പിന്നെയും വീണ്ടും നമ്മൾ അവിലിട്ടിട്ടോ. ഇങ്ങനെയൊക്കെ ഡെക്കറേഷൻ ചെയ്താലും വീണ്ടും നമ്മൾ ഇളക്കേണ്ടി വരും. കാരണം ഇത് ഫ്രിഡ്ജിലോട്ട് വെക്കണം, തണുപ്പ് വേണം. പിന്നെ എന്താണ് എല്ലാവർക്കും പാടായതുകൊണ്ട് ഓരോരോ ഗ്ലാസ്സിലൊക്കെ വയ്ക്കണമെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ഒരു ലെയറായിട്ട് നമുക്ക് ചെയ്തിട്ട് വരാം കേട്ടോ. ഇത് പിന്നെ ഞാൻ എന്താക്കി ഇങ്ങനെ മിക്സ് ചെയ്തു. പിന്നെ കുറച്ച് ബൂസ്റ്റിൻ്റെ പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് പിന്നെ അതൊന്നും കൂടി മിക്സ് ചെയ്യേണ്ടി വന്നു. പിന്നെ നമ്മൾ എന്തൊരു സാധനം പാചകം ചെയ്യുമ്പോൾ നമ്മൾ ഇഷ്ടത്തിന് ചെയ്യണം. അതാകുമ്പോൾ നമുക്ക് അതിൻ്റേതായ പെർഫെക്ഷനെ കിട്ടും ചെയ്യും കേട്ടോ. ഒരാൾ പറഞ്ഞു തന്നിട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മളതിന് എന്തായാലും നമുക്കത് പെർഫെക്റ്റായിട്ട് കിട്ടുമല്ലോ കേട്ടോ. അങ്ങനെ പിന്നെ അതെന്താക്കിയെന്നത് നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ടോ. പിന്നെ നമുക്ക് അടുത്തത് പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മളത് ഇവിടെ കറി ഉണ്ടാക്കണം കേട്ടോ. അങ്ങനെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ കറിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളിയും തക്കാളിയും കിഴങ്ങും എല്ലാം അരിഞ്ഞ് കണ്ട് എന്താക്കി അങ്ങോട്ട് വാടാൻ വെച്ചിട്ടോ കുക്കറിൽ. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കിട്ടും നമ്മളെ പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ടോ. പിന്നെ അതുകൊണ്ട് 2 വിസിലടുപ്പിച്ചിട്ട് അവിടെ വെച്ചിട്ടോ. അങ്ങനെ നമ്മൾ നൂൽപുട്ട് ഫുള്ളും ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് കറി ഒന്ന് വറവിടണം കേട്ടോ. നമ്മൾ ഇറച്ചി കറി പുള്ളി തോന്നിച്ച് കണ്ട് കറിവേപ്പിൻ്റെ മല്ലിച്ചപ്പ് പൊടിയുന്ന അതൊക്കെ ഇട്ട് കണ്ടാണ് വറവിടുക കേട്ടോ. പിന്നെ അടുത്ത് നമ്മൾ കോളിഫ്ലവറാണ് പൊരിച്ചെടുക്കണം. അടുത്ത് കഴിഞ്ഞതാണ്. അപ്പോൾ എണ്ണ വെച്ചു, നമ്മൾ കുറച്ച് ഇട്ടെടുത്തു. എന്നിട്ട് അങ്ങനെ പൊരിച്ച് കോരി എടുത്തു കേട്ടോ. കാരണം നല്ല ലുക്കല്ലേ, കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു.
അപ്പോൾ അതേ നമുക്ക് അങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ ഓരോരോ കടിയൊക്കെ ആകുമ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് കിടക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ പിന്നെ അതൊക്കെയാണ് പൊരിച്ചെടുത്ത് പിന്നെ എന്താക്കി നമ്മൾ പാൽ ചായ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഇതേ അടുത്തത് നമുക്ക് നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടോ. അപ്പോൾ എൻ്റെ മക്കൾ മൂന്നും ഇവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വാങ്ങിക്കൊടുക്കും എന്നും പറഞ്ഞാണ്ട് അപ്പോൾ ഇതേ കുട്ടികൾ ഇവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം ഇവിടെ നിന്നൊക്കെ ഒന്ന് സെറ്റാക്കി മുന്നിൽ ഇങ്ങനെ കാണുമ്പോൾ ഇപ്പോൾ കഴിക്കാൻ തോന്നുന്നു കേട്ടോ. പക്ഷെ വാങ്ങിക്കൊടുക്കണം, നമുക്ക് നോമ്പല്ലേ. അപ്പോൾ ഇത് കാണാൻ നല്ല ലുക്കില്ല നമ്മൾ കോളിഫ്ലവറൊക്കെ നമുക്ക് കാണുമ്പോൾ ചിലപ്പോൾ തോന്നും കോഴി പൊരിച്ച മാതിരി തോന്നും, ചിലപ്പോൾ പക്കവട മാതിരി തോന്നും, ഉള്ളിവട മാതിരിയൊക്കെ തോന്നും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ബാങ്ക് കൊടുത്തു, നോമ്പ് തുറന്നു. ഇൻഷാ അല്ലാ നല്ല ഇഷ്ടപ്പെട്ടു കുട്ടികൾക്ക് എല്ലാവർക്കും. പിന്നെ ഇവിടെ നമ്മളെ ഇതിന് അടിയായിരുന്നു കേട്ടോ. എന്തിന് നമ്മളെ അവിൽ മിൽക്കിന് അടിയായിരുന്നു കേട്ടോ. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ അടുത്തത് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ടൈമായ നല്ല ഇറച്ചിക്കറി നൂൽപ്പൊട്ടും കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഭക്ഷണം കഴിച്ചു കേട്ടോ. എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത്. പിന്നെ കാക്ക ചോറാട്ടോ തന്നത്. അപ്പോൾ കാക്ക വരുമ്പോഴത്തേക്ക് ഞാൻ ഉണ്ടാക്കി വീണ്ടും കുറച്ചും കൂടി എടുത്ത് വെച്ചിരുന്നു കോളിഫ്ലവറിൻ്റെ, അതൊക്കെ പൊരിച്ച് ചൂടോടെ കൊടുത്തു കേട്ടോ. അങ്ങനെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, റാത്തായ ഭക്ഷണമായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ നോമ്പും കഴിയാറായിട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് സപ്പോർട്ടാക്കണം കേട്ടോ. താങ്ക് യു.